നമ്മളിൽ നമ്മുടെ ആത്മാവിൽ വലിയ വിടുതലുകൾ സംഭവിക്കാനുള്ള ഒരു വഴി ആത്മാവിന് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് കൂടിയാണ്. സ്തുതിപ്പിന്റെ സമയത്ത്, ദൈവാരാധനയുടെ സമയത്ത് ഒത്തിരിയേറെ വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. പ്രീസലോ, ഹല്ലേലൂയ. അതിന് കാരണം നാം ദൈവത്തെ ഏറ്റുപറയണം, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. പിശാചിന് പറ്റാത്തൊരു കാര്യമാണ് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നാമത്തെ മഹത്വപ്പെടും. ഞാനിപ്പോൾ ഓർക്കുകയാണ്, മുംബൈയിൽ നിന്നൊരു പെങ്കൊച്ചിന് ഇവിടെ കൊണ്ടുവന്ന് ഇച്ചിരി ഒരു പൊസഷൻ കേസ് പോലത്തെ ഒരു കേസായിരുന്നു. എപ്പോഴൊക്കെ ദൈവസ്തുതികൾ തുടങ്ങുന്നു, എപ്പോഴൊക്കെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നു, ഈ പെങ്കൊച്ച് അങ്ങോട്ട് വയലന്റ് ആവും, വല്ലാതെ വയലന്റ് ആവും. വയലന്റ് ആവെന്ന് പറഞ്ഞാൽ ആദ്യ ദിവസം നമുക്കറിയില്ലായിരുന്നു. സ്തുതിപ്പ് തുടങ്ങിയപ്പോൾ ആ പെങ്കൊച്ച് നടുക്കായിരുന്നു, മധ്യത്തിലായിരുന്നു, നമ്മയുണ്ട്. അങ്ങോട്ട് വയലന്റ് ആയിട്ട് കസേരയൊക്കെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയി. അപ്പോൾ ഞാൻ പിന്നെ അവരോട്, ഫാമിലിയോട് ഏറ്റവും പുറകെ നിൽക്കാൻ പറഞ്ഞു. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ മാനസിക എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് കരുതി ഞാൻ പറഞ്ഞു മകളെ കൊണ്ട് പുറകെ നിൽക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസവും എപ്പോഴൊക്കെ ദൈവസ്തുതികൾ ആരംഭിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ സമൂഹം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമോ, സ്തുതിക്കാൻ തുടങ്ങുന്നോ, ഇവിടെ ഈ പെങ്കൊച്ച് പൊട്ടൊന്ന് അലറി കാറി കൂകി ഇവിടെ കിടന്ന് അടിച്ച് നശിപ്പിക്കാൻ തുടങ്ങും. പിന്നെ ഇങ്ങനെ ഒരു കോമൺ ഫോറത്തിൽ അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഡിസ്റ്റർബ് ആകുന്നു എന്ന് കണ്ടാണ് പിന്നെ ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ആരാധന സ്തുതിപ്പിൻ്റെ സമയത്ത് ആദ്യ ദിവസം കാണാൻ പറ്റില്ല. പിറ്റേ ദിവസം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, അതിന് പകരമായിട്ട് നമുക്കൊരു കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റാം. അപ്പം അങ്ങനെ കുഞ്ഞുമായിട്ടിരുന്ന് അവർ കുടുംബാംഗങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തപ്പോൾ കുഞ്ഞിന് ഒരു മാനസിക രോഗവും ഇല്ല. സാധാരണ നമുക്കൊരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, ഡെലിവറൻസ് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഇതിനെ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ്. ഇത് മാനസിക രോഗമാണോ, ഇത് ആത്മീയ രോഗമാണോ, ഒരു സ്പിരിച്വൽ ബോണ്ടേജ് ആണോ, ഒരു ഡെലിവറൻസ് വേണ്ട വിഷയമാണോ, അതൊരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് വേണ്ട വിഷയമാണോ എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ ഐഡന്റിഫിക്കേഷൻ പ്രോപ്പർ ആയില്ല എങ്കിൽ നമ്മൾ ഒരു മാനസിക രോഗിയെ നമ്മൾ ഡെലിവറൻസ് പ്രയർ നടത്തിക്കൊണ്ടിരുന്നാൽ അതിനകത്തൊരു ഫുൾഫിൽമെന്റ്, ഒരു പൂർത്തീകരണമില്ല. അതിന് നമുക്ക് ഡോക്ടറുണ്ട്, അല്ലേ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഡോക്ടറെ നിയോഗിച്ചത് ഞാനാണ്. പിന്നെ ഡോക്ടറിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ചില പ്രൊട്ടസ്റ്റന്റ് സഭകൾ പഠിപ്പിക്കുന്ന പോലെ എന്ത് അസുഖം വന്നാലും ദൈവത്തെ വിളിച്ചാൽ മതി. ഈ ഡോക്ടറെ നിയോഗിച്ചതും ഞാനാണെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടറെ കാണേണ്ട വിഷയങ്ങൾ, ഒരു മെഡിക്കേഷൻ ആവശ്യമാണ് എന്ന് തോന്നുന്ന വിഷയങ്ങൾ മെഡിക്കേഷന് തന്നെ പോകണം. എന്നാൽ ഒരു സ്പിരിച്വൽ അറ്റാക്കിന്റെ മീതെ വന്നിരിക്കുന്ന രോഗങ്ങളോ അസ്വസ്ഥതകളോ ആണ് എങ്കിൽ നിങ്ങൾ ലോകത്തിൽ ഏത് ഡോക്ടറിനെ കണ്ടാലും ആ രോഗി സൗഖ്യപ്പെടില്ല, ആ രോഗം മാറില്ല. ഇറ്റ്സ് എ സ്പിരിച്വൽ റീസൺ. അതിന് സ്പിരിച്വലി തന്നെ നമുക്ക്, അല്ലേ, ഒരു കാര്യത്തിന് നമ്മൾ അതിനെ ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാതിലിൻ്റെ ഒരു സ്ക്രൂ ഒക്കെ നമുക്ക് അൺസ്ക്രൂ ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടൂൾ വേണം, അല്ലേ? പ്രോപ്പർ അതിന് ചേർന്ന ടൂൾ വേണം. നമ്മളാരും ഒരു സ്ക്രൂ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ഇതിന് ഇവിടെയൊക്കെ സ്ക്രൂ ഒക്കെ ഉണ്ട്, ഇവിടെ സ്ക്രൂ ഉണ്ട്, ചെറിയൊരു സ്ക്രൂ ഉണ്ട് ഈ ബൈക്കിന്. അത് ഊരാനായിട്ട് നമ്മൾ വാക്കത്തി കൊണ്ടൊന്നും വരികയില്ല, കൊണ്ടുവന്നിട്ടും കാര്യമില്ല, ഒരിക്കലും ഊരാൻ പറ്റുകയില്ല. അതിന് പ്രോപ്പർ ടൂൾ ഉണ്ട്. ആ ടൂൾ ഉപയോഗിച്ച് നമ്മളത് അൺസ്ക്രൂ ചെയ്താലേ നമുക്ക് ഈ മൈക്ക് അൺസ്ക്രൂ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ, അതിന്റെ പ്രോബ്ലം ഒന്നൊന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല എങ്കിൽ. എന്ന് പറയുന്ന പോലെ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ട വിഷയങ്ങൾ ആത്മീയമായ ടൂളുകൾ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഡോക്ടറെ കാണാൻ പോയത് കൊണ്ടോ സൈക്കാട്രിക് പേഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയത് കൊണ്ടോ വേറെ ഏതെങ്കിലും വിഷയത്തിൽ ഇങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ വിഷയത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരെ തിരിച്ചു, ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു വിഷയത്തെ സ്പിരിച്വൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെങ്ങനെ പ്രാർത്ഥിക്കാനും ധ്യാനത്തിനും കൺവെൻഷനും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ആ വിഷയത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. പ്രോപ്പർ ഡയഗ്നോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഈ കുഞ്ഞുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി പ്യുവർലി സ്പിരിച്വൽ ആണ്. കുഞ്ഞിന് വേറെ കുറേ അസ്വസ്ഥതകളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഞങ്ങൾ ആ കൊച്ചിനെ ഞാനിപ്പോഴും ഓർക്കണം, 1-2 ദിവസം മാറ്റി നിർത്തി. ഇതിന് മുകളിലൊരു AC ഹോളുകളുണ്ട്, പ്രൊവിൻഷ്യൽ അച്ഛന്മാരൊക്കെ വരുമ്പോൾ കൊടുക്കുന്നത്, ബിഷപ്പ്മാരെ കൊടുക്കുന്നത്. കാരണം കൊച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ വയലന്റ് ആകാൻ തുടങ്ങും. ഒരു വൈദികന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ, കുരിശെടുത്ത് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, കുഞ്ഞിൻ്റെ അടുത്തൊന്ന് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ കൊച്ചു വയലന്റ് ആകാൻ തുടങ്ങും. പിന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലാണ്, 1-2 പേർക്കൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ കുഞ്ഞങ്ങോട്ട് ഒരു അമാനുഷികമായ ശക്തി പ്രകടിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു നോർമൽ, ഇപ്പോൾ എന്നോട് മല്ലടിക്കാൻ ഇതുപോലുള്ള ചെറുപ്പക്കാർ 2 അടി എന്ന് ഞാൻ താഴെ പോകും, കാരണം അവരത്രയും വില നമുക്കില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം പിടിച്ചു നിൽക്കും, അല്ലേ? എന്നാലും 2-3 പേര്, ഇപ്പോൾ ഈ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ഇവന്മാർ 3 പേരും കൂടി എന്നെ ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഞാൻ എൻ്റെ കാര്യം തീരുമാനമാവും, അങ്ങോട്ട് അധികം പോവുകയല്ല, അല്ലേ? പക്ഷേ
ഈ തിന്മ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ തിന്മയുടെ ഒരു അസാധാരണമായ അമാനുഷികമായ ഒരു ശക്തിയുണ്ട്. ഇവര് 3 പേരെയൊക്കെ വെറുതെ പുഷ്പം പോലെ അടിച്ചതായിട്ട് കളയും. 3 ഇതുപോലത്തെ ഒരു 5-6 വന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ചില സമയത്ത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കാരിസ്മയിൽ പല സമയത്ത് ഇങ്ങനെ ചില ഡെലിവറൻസ് ശുശ്രൂഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളൊരു പബ്ലിക്കിൽ നിന്ന് അവരെ ഒരു പ്രൈവറ്റ് സർക്കിളിലേക്ക് മാറ്റി നിർത്തും. കാരണം ഇതിന് ശേഷം ഇങ്ങനെയൊക്കെ അവർ ചെയ്തു എന്നൊക്കെ എല്ലാവരും കൂടി അങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പോൾ അത് വീണ്ടും ഒരു ആന്തരിക മുറിവിന്റെ വിഷയമാകാം, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഇതുപോലൊരു ഡെലിവറൻസ് നടന്ന സമയത്ത് അനീഷിച്ചനുള്ള സമയമാണ്. ഇതുപോലൊരു പെങ്കൊച്ച്, നഴ്സിംഗ് പഠിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. വല്ലാതെ കാറിച്ചും കൂച്ചയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയാണ് ധ്യാനം നടക്കും. 200-ലധികം പേരുള്ളതാണ്. പത്ര ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ നടക്കുന്ന കാര്യം നിങ്ങൾ നോക്കണ്ട, അതങ്ങനെ നടന്നോട്ടെ. ഈ പെങ്കൊച്ച് വലിയ ഒച്ചത്തിൽ കാറും ഇവിടെ എല്ലാവരും കൂടി അങ്ങോട്ട് നോക്കും, അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ അവിടെ ഒരു യൂത്തിലൊരു കൊച്ചിനെ നിർത്തിയേക്കാണ്. അച്ഛാ വേഗം വരണം, അനീഷച്ചൻ അവിടെ ഒരു കൊച്ചിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്തിലെ പിള്ളേരുണ്ട്, കൗൺസിലിംഗ് നടത്തുന്ന സിസ്റ്ററുണ്ട്, ബ്രദറുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അനീഷച്ചൻ പറഞ്ഞു വിജിലച്ചൻ ഇറങ്ങുമ്പോൾ തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സങ്കീർത്തി വന്നപ്പോഴേ തന്നെ ഞാനിതുപോലെ സ്റ്റോളൊക്കെ ഇട്ട് കയ്യിലുണ്ടായിരുന്ന കുരിശും അന്നാം വെള്ളമൊക്കെ എടുത്ത് ഞാൻ ചെന്നപ്പോൾ അനീഷച്ചൻ ഓൾറെഡി ഇവളൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളെ കിടക്കുവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവളുടെ കാലിൽ ഒരാൾ പിടിച്ചിട്ടുണ്ട്. 10-100 കിലോ വരുന്ന യൂത്തിലൊരു പയ്യനോടായിരുന്നു, നല്ല ജിമ്മ്, നമ്മുടെ MG യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിരുന്നു അവൻ. അപ്പോൾ അവൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, 10-120 കിലോ ഉണ്ട് അവരിങ്ങനെ കാലയിൽ പിടിച്ചിട്ടുണ്ട്. അവൻ കാലയിൽ പിടിച്ചാൽ പിന്നെ അനക്കാൻ പറ്റില്ല, അങ്ങനെ പിടിച്ചേക്കോ. പിന്നെ 2 യൂത്തിലെ പിള്ളേർ ഒരു പെങ്കൊച്ച് മുടി കുത്തി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മുടിയെ പിടിച്ച് തലയിട്ട് അടിക്കുന്നുണ്ട്. അവന് മുടി കുത്തി പിടിച്ച് ബലപ്പെടുത്തി വെച്ചേക്കുന്നു. ഒരു സിസ്റ്റർ കൈ ഒരു സൈഡ് പിടിക്കുന്നു, വേറൊരു പെങ്കൊച്ച് ഇവിടെ പിടിച്ചിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇവിടെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുക. അനീഷച്ചൻ ഇവളുടെ നെറ്റിയിൽ കർത്താവിൻ്റെ നാമം പറഞ്ഞും വചനം പറഞ്ഞും യേശുവിൻ്റെ രക്തത്താലൊക്കെ ഡെലിവറൻസ് പ്രയർ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ നടത്തുന്ന സമയത്തൊക്കെ ഇവിടെ മുഖമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നമ്മളിങ്ങനെ പല്ലിഞ്ഞിരിക്കുന്നുണ്ട്, വല്ലാതെ അവളിങ്ങനെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുക. അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ബ്രേക്ക് ചെയ്ത് ഒരു ഡെലിവറൻസ് ആവശ്യമായ വിഷയങ്ങളെ പ്രാർത്ഥിച്ച് മനസ്സിലാക്കി അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഇവളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൾ പെട്ടെന്ന് ആ സമയത്ത് അച്ഛൻ്റെ അവളെ കൈ പിടിച്ചുകൊണ്ടിരുന്ന ആ പെങ്കൊച്ചിൻ്റെ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് അനീഷച്ചൻ്റെ കഴുത്തിൽ കിടന്ന് സ്റ്റോളിൽ കയറി പിടിച്ചു, കിട്ടിയ ഗ്യാപ്പിൽ കഴുതി പിടിച്ചു. അപ്പം അച്ഛനിങ്ങനെ കുനിഞ്ഞ് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവൾ തറ കിടക്കുവാണല്ലോ മധ്യസ്ഥ പ്രാർത്ഥന മുറില്ല. അപ്പോൾ അവളുടെ നെറ്റി കുരിശ് വരച്ച് അനാമളൊക്കെ തളിച്ചാണ് അച്ഛൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ അച്ഛൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു പിടി അച്ഛനായിട്ട് കറക്കാൻ തുടങ്ങി. ഞാൻ കയറുമ്പോൾ നോക്കിയപ്പോൾ അനീഷച്ചൻ കണ്ണൊക്കെ പിടിച്ച് ഇപ്പൊ കാര്യത്തിലൊക്കെ തീരുമാനമാകും എന്ന രീതിയിൽ നിൽക്കുക. അപ്പൊ പെട്ടെന്ന് ഇടപെടേണ്ട വിഷയമാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാനും കൂടി ചെന്നിട്ട് ഇവളുടെ കൈ പിടിക്കാൻ നോക്കിയിട്ട് ഇവള് വിടുമോ, അത്രമാത്രം കൈ പിടിക്കാൻ നോക്കുന്നതനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവള് വിടുന്നില്ല, ഒരു വിധത്തിലുള്ള വിടുന്നില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ, ഈ ഇടയ്ക്ക് ഒരു വള്ളി ഉണ്ടല്ലോ, അവർ തട്ടി വന്ന വള്ളി അങ്ങോട്ട് ഞാൻ വലിച്ചങ്ങോട്ട് കീറി, എന്നിട്ട് അതങ്ങോട്ട് ഇതിൽ വലിച്ച് ഊരി എടുത്തു കഴിഞ്ഞപ്പോൾ അനീഷച്ചൻ അപ്പോൾ ശ്വാസം കിട്ടി. അല്ലെങ്കിൽ അനീഷച്ചൻ്റെ കാര്യം അതോടെ തീരുമാനമായനെ. ഒരു ഡെലിവറൻസ് ശുശ്രൂഷ കഴിഞ്ഞ് നവവൈദികൻ പോസ്റ്ററായനെ. അങ്ങനത്തെ ഇവള് ഞങ്ങൾ 5-6 പേരുണ്ടായിട്ടുള്ള പിടിക്കാൻ പറ്റുന്നില്ല, ഇത്രയും ശക്തിയാണ്. എന്നോ വലിയ തടിമോ ഇതൊന്നുമില്ല, നരന്തു പോയിരിക്കുന്നു, എല്ലിച്ചിട്ട് ഇരിക്കുന്ന ഒരു സാധനം. പക്ഷെ അവളിൽ ആ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പ്രകടിപ്പിച്ച ശക്തി അവളുടെ മാനുഷികമായ ശക്തിയല്ല. ആ തിന്മ അവളിൽ ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അമാനുഷികമായ ശക്തി അവൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റുന്നത് പോലെ തന്നെയാണ് അശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണോ നമ്മൾ ഒരു വൃക്ഷത്തെ മനസ്സിലാക്കുന്നതിന്റെ ഫലത്തിൽ നിന്നാണ്. ഒരു വൃക്ഷം നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പുറപ്പെടുവിക്കുന്ന ഫലത്തിൽ നിന്നാണ്. ഇപ്പൊ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിൽ ഒരു വിടുതൽ ആവശ്യമുണ്ടോ, സൗഖ്യം ആവശ്യമുണ്ടോ, ഒരു വീണ്ടെടുപ്പ് വിശുദ്ധീകരണം ഈ വിഷയത്തിൽ ആവശ്യമുണ്ടോ എന്ന് പോലും നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ റിയലൈസ് ചെയ്യാതെ കിടക്കുന്ന ചില മേഖലകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മുടെ ചിന്തകളെ പിശാച് വഴിതെറ്റിക്കും. ഏറ്റവും അധികമായിട്ട് ഈ കാലഘട്ടത്തിൽ പിശാച് എടുത്തുപയോഗിക്കുന്ന അവന്റെ ഒരു വഞ്ചനയാണ്. നിങ്ങൾ 2 കൊരിന്തോസ് 11-ാം അധ്യായം 3-ാമത്തെ വചനം എടുക്കാവോ? സർപ്പം ഹവ്വായെ തന്ത്രപൂർവം
ചതിച്ചതുപോലെ, ഓരോ വാക്കും ശ്രദ്ധിക്കണം. സർപ്പം ഹവ്വായെ, അതായത് പുരാതന സർപ്പം, വെളിപാടിന്റെ പുസ്തകം 12:9 മുതൽ വചനം വായിക്ക് പറയുന്നത്, പുരാതന സർപ്പം പിശാച് എന്നും സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിന്റെ ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറയാണ്, ഞാൻ അനുഭവിക്കുന്ന ഒരു ഭയമാണ്, നിങ്ങളെ കുറിച്ചുള്ള ഒരു ഭീതിയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും ലാളിത്യത്തിലും പരിശുദ്ധിയിലും നിന്ന് നിങ്ങളുടെ ചിന്തകൾ വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൗൺസിൽ മുറിയിലിരിക്കുമ്പോ നമ്മളിങ്ങനെയുള്ള ഒത്തിരി പേര്, അതായത് പിശാച് വഞ്ചിച്ചിരിക്കുന്ന, തന്ത്രപൂർവ്വം വഞ്ചിച്ചു കളഞ്ഞ അനേകരെ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. എളുപ്പത്തിൽ, വളരെ സ്പഷ്ടമായ രീതിയിൽ, ക്ലിയർ ആയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ചിന്തകളെ പിശാച് മലിനമാക്കി, ചിലരുടെ ചിന്തകളെ മലിനമാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ടെന്താ, കണ്ണടച്ചാലും കണ്ണു തുറന്നാലും മ്ലേച്ഛകരമായ ചിന്തകൾ മാത്രമാണ് ചിലർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തന്ത്രപൂർവ്വം ഏതൊക്കെയോ രീതിയിൽ, ഇന്നലകളുടെ ഏതൊക്കെ അനുഭവങ്ങളിലൂടെയൊക്കെ ശത്രു തന്ത്രപൂർവ്വം അവരുടെ ചിന്തകളെ സ്വാധീനിക്കുകയും മലിനമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ എന്താ, ആരെ കണ്ടാലും പാപം ചെയ്യണമെന്നുള്ള ചിന്തയേ ഉള്ളൂ. രാത്രിയുടെ യാമങ്ങളിൽ സ്വപ്നങ്ങൾ പോലും, ഉറക്കത്തിൽ പോലും മനസ്സ് മലിനമാണ്. കാണുന്ന സ്വപ്നങ്ങൾ പോലും മലിനമാണ്. സ്വന്തം കൂടപ്പറപ്പിനെ, മാതാപിതാക്കളെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ചില മേഖലകൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന, നമുക്ക് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ തല ധരിച്ചു. സ്വന്തം അമ്മയുടെ നഗ്നത കുളിക്കുന്നത് ഇവൻ ഫോണിൽ പറത്തി ഇവൻ തന്നെ കണ്ട് ആസ്വദിക്കുന്ന പരിപാടി. എന്നാ ചെയ്യും? സ്വന്തം അമ്മയുടെ. അവന്റെ ചിന്തകളെ ശത്രു, വചനം പറയുന്ന പോലെ, ചിന്തകളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും പരിശുദ്ധിയിലും ലാളിത്യത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചു. അവനെ വഞ്ചിച്ചു. അവൻ പിശാചിന്റെ വഞ്ചനയിലാണ്. ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ഇവനെയും പിശാച് തന്ത്രപൂർവ്വം ചതിച്ചു. ചിലരൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡ് ആണ്. മൈൻഡ് കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡ് ആണ്. ഓവർ തിങ്കിങ്, ഇങ്ങനെയുള്ള ഭയങ്കരമായ ചിന്ത, ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നാ വല്ല കാര്യമുള്ള കാര്യമാണോ? ഒന്നുമല്ല. ഇത് ഈ വിഷയത്തിൽ എന്തെങ്കിലും ആവശ്യമുള്ളതാണോ? ഒന്നുമില്ല. ചുമ്മാ നാളെ നടക്കാൻ പോകുന്നു, മറ്റന്നാൾ നടക്കാൻ പോകുന്നു, 10 വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ സാധ്യതയുള്ളത്, 25 വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെ കുറിച്ച് ഇന്ന് വല്ലാതെ ഭയപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും നിൽക്കുക. പിശാച് വഞ്ചിക്കുന്നു. നോക്കിക്കേ, ചിലർ നിരന്തരമായിട്ട് ചത്തുകളഞ്ഞാ മതിയോ, മരിച്ചാ മതി, അതൊരു സൂയിസൈഡൽ നമ്മുടെ ചിന്തയാണ് ചിലരെ ഭരിക്കുന്നത്. ഇത് പിശാചിന്റെ വഞ്ചനയാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ആ വഞ്ചനയിൽ എക്കാലവും അകപ്പെട്ടു പോകും. അവൻ എന്താണോ നമ്മളിലൂടെ ലക്ഷ്യം വെക്കുന്നത്, യോഹന്നാൻ 10:10 പറയുന്ന പോലെ, കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും ആണെങ്കിൽ നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, അത് ദൈവീകമായി നമ്മളിൽ നട്ടതെല്ലാം ശത്രു എടുത്തു മാറ്റും. സമാധാനം പോകും, സ്വസ്ഥത പോകും, ഉറക്കം പോകും, കോൺസെൻട്രേഷൻ പോകും, വൈകാരികമായി നിന്ന സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും, പ്രാർത്ഥനാ ജീവിതം പോകും, വിശ്വാസം ക്ഷയിക്കപ്പെടും. അങ്ങനെ ദൈവികമായ സകല പുണ്യങ്ങളും നമ്മളിൽ നിന്നും പടിയിറങ്ങി പോകും. ഒരു തിന്മ നമ്മളിൽ പ്രവർത്തിക്കുകയും ആ തിന്മ നമ്മളിൽ ചേക്കേറി നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളിലുള്ള സകല ദൈവീക നന്മകളും നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി പോകും, ചിലപ്പോൾ കാലാന്തരത്തിൽ ടോട്ടലി നമ്മൾ ലോസ്റ്റ് ആവും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആകുലതകൾ ദൈവത്തിൽ നിന്നല്ല, ആകുല ചിന്ത ദൈവത്തിൽ നിന്നല്ല. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ആകുലപ്പെടരുതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അബ്രഹാം തന്നെ നിങ്ങൾ ആകുലപ്പെട്ടുകൊള്ളൂ, നിങ്ങൾ ആകുലപ്പെടരുത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ദൈവം സത്യമാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് സത്യം പറയും, മറ്റേ സ്ഥലത്ത് നുണ പറയുകയും ചെയ്യാൻ ദൈവത്തിന് പറ്റില്ല. കാരണം ദൈവം നിത്യസത്യമാണ്. അതുകൊണ്ടാണ് അവന്റെ വചനം അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് കാരണം എന്താ? വചനം നിത്യസത്യമാണ്. അവൻ സത്യമായതുകൊണ്ടും അവൻ നിത്യസത്യമായതുകൊണ്ടും അവൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിത്യസത്യങ്ങളായതുകൊണ്ട് അത് അത്ഭുതം പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല, അത് പൂർത്തീകരിക്കപ്പെടാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ആകുലതയുടെ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ശത്രു
തന്ത്രപൂർവം നിന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ആകുലതകൾ മൂലം, നിരാശ മൂലം എത്രയോ പേര് രോഗികളായി കഴിയുന്നു. വേറൊരു അസുഖമില്ലാതിരുന്നതാണ്. മക്കളുടെ ചില കാര്യങ്ങളുടെ കല്യാണം നടക്കാത്തത്, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തത്, വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളായി, വിശ്വാസ ജീവിതത്തിൽ പ്രശ്നം, ഇതേക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത ആകുലപ്പെട്ടും നിരാശപ്പെട്ടും ഇന്ന് രോഗിയായിട്ട് മാറി. അപ്പൻ, അമ്മ രോഗിയായിട്ട് മാറി. നോക്കി പിശാചിന്റെ വഞ്ചന നോക്കി, എത്ര തന്ത്രപൂർവ്വം നോക്കി. മകന്റെ ജീവിതത്തിൽ, മകളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ജീവിതമായി, ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ സാമ്പത്തിക മേഖലകളോ ജോലി സാധ്യതകളോ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ മീതെ നിങ്ങളുടെ മനസ്സിനെ ശത്രു അറ്റാക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ അവന്റെ വഞ്ചനയിൽ പെട്ടുകൊണ്ടിരിക്കുക. തന്ത്രപൂർവം നമ്മെ ചതിച്ചുകൊണ്ടിരിക്കുക. തന്ത്രപൂർവം, അതായത് നമുക്കറിയാൻ പറ്റുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ വഞ്ചനയിലാണെന്ന്. ഞാൻ പിശാചിന്റെ വഞ്ചനയിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ വല്ലാതെ ആകുലപ്പെടുന്നുണ്ട്, അസ്വസ്ഥപ്പെടുന്നുണ്ട്, നിരാശപ്പെടുന്നുണ്ട്, രാത്രി ഉറക്കമില്ലെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. മാറി നിന്ന് ഒരു മനുഷ്യൻ വീക്ഷിക്കുമ്പോ ഇവൻ പിശാചിന്റെ വഞ്ചനയില്, തന്ത്രപൂർവ്വം ഇവനെ പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. അതിപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താ? 2 കൊരിന്ത്യർ 4:4 പറയുന്ന പോലെ മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റ് ആണ് ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ദേവൻ മനുഷ്യന്റെ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ ക്രിസ്തുവിന്റെ പ്രകാശം അവർക്ക് ലഭ്യമല്ല. കാണാൻ പറ്റുന്നില്ല. മനസ്സ് ബ്ലൈൻഡഡ് ആയി. ഒരു തിന്മയാണ്. മൈൻഡിനെ ബ്ലൈൻഡ് ചെയ്ത് കളയും. ഏതെങ്കിലുമൊക്കെ ആകുലതകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ട് എങ്കിൽ, ആകുലതകളാണ് നിങ്ങളുടെ മനസ്സിലും ചിന്തകളിലും നിൽക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവല്ല നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇത്രയെങ്കിലും മനസ്സിലാക്കാനുള്ള സുബോധം നമുക്കുണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മുടെ ചിന്തകളിലും മനസ്സിലൊക്കെ വല്ലാതെ ഇങ്ങനെ വചനം പറയുന്നുണ്ടല്ലോ, പൗലോസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ക്ഷമിക്കാൻ പോലും തയ്യാറായി. വേറൊന്നും കൊണ്ടല്ല, പിശാച് എന്നെ വഞ്ചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അവന്റെ വഞ്ചനകളെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ക്ഷമിച്ചതെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു മനസ്സിന്റെ ഉടമയാക്കി നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ശത്രുവിന്റെ വഞ്ചനയുണ്ട്. നിങ്ങൾ കൊരിന്ത്യർ എഴുതിയ ലേഖനം, അതിന്റെ 2-ാമത്തെ ലേഖനത്തിന്റെ തന്നെ 2-ാം അധ്യായം 10-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. പൗലോസ് പറയാം, ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. ഇതെന്തിനാണ് ക്ഷമിച്ചത്? ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അജ്ഞരല്ലല്ലോ എന്ന് പറഞ്ഞാൽ, ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിന്റെ അവസ്ഥയിൽ പിശാച് നിന്നെ തന്ത്രപൂർവ്വം വഞ്ചിച്ചിടും. എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിന്റെ മൈൻഡിനെ പിശാച് വഞ്ചിച്ചിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിന്നെ കെട്ടിയിട്ടേക്കുക. വിടുതൽ കിട്ടേണ്ട വിഷയമാണ്. വെറുപ്പും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയോ ഒക്കെ കിടക്കുന്നത്. ചിലരൊക്കെ വൈകാരികതയുണ്ടോ, അമിതമായ ദേഷ്യവും ഇങ്ങനെ അമിതമായി പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. വൈകാരികതയിൽ തിന്മ സ്വാധീനം, അത് അൺകൺട്രോളബിൾ ആയിട്ട് നിൽക്കുന്ന ഇമോഷന്റെ എല്ലാറ്റിന്റെ മേലും ശത്രുവിന് കൺട്രോൾ ഉണ്ട്, നിയന്ത്രണമുണ്ട്. അമിതമായ ഭയം ഓർ അൺറീസണബിൾ ഫിയർ, അകാരണമായ ഭയം. എന്തിനാ നീ പേടിക്കുന്നത്? എനിക്കറിയില്ല. എന്തിനാ പേടിക്കുന്നത്? എനിക്കറിയില്ല. ചോര കാണും, എനിക്ക് പേടിയാണ്. ചോര കാണുമ്പോ പേടിയാണെങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നേഴ്സാ. അതാണ് എൻ്റെ പേടി. അതാണ് എൻ്റെ പേടി. ചോര കാണും. അപ്പൊ നമുക്ക് പ്രശ്നം തുടങ്ങി ചോര കാണുമ്പോൾ പേടി മാറണം. ഞാൻ ചോദിച്ചു, നീ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ, നമ്മൾ നോർമലി ഒരു വിഷയത്തിൽ ഒരു ഡെലിവറൻസ് എടുക്കാൻ പേഴ്സണലി നമ്മൾ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു അകാരണമായ അൺറീസണബിൾ ആയിട്ടുള്ള ഫിയറോ അല്ലെങ്കിൽ അകാരണമായി നിൽക്കുന്ന അമിതമായി നിൽക്കുന്ന ഭയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഭയം നിന്നിൽ ജലിക്കാൻ ഈസർ എനി നമ്മൾ പറയും എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കണക്ട് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംഭവത്തിലൂടെ പ്രവേശിച്ച തിന്മയായതുകൊണ്ട് ആ സംഭവത്തെ എടുത്ത് നമ്മൾ ഹീൽ ചെയ്യണം, എങ്കിലേ ഈ അസ്വസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടുള്ളൂ. ഇവിടെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെങ്കൊച്ച് പരീക്ഷയുടെ സമയം ഇപ്പോൾ കൊണ്ടുവന്നാണ്. അപ്പൊ അവൾക്ക് ട്രെയിനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ
വല്ലാത്ത ഭയമാണ്. പിന്നെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൾ സ്റ്റക്കായി, സ്റ്റില്ലായി. പഠിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾ ഏതുകൊണ്ട് സ്റ്റാച്ചു പോലെയാണ്, അല്ലാതെ അസ്വസ്ഥ. ഫിസിക്കലി അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് കാണുന്ന രീതിയിൽ ബോഡി ഹീറ്റഡ് അപ്പ് ആവും, പേടിയാവും, തലയൊക്കെ പെരുത്ത് കയറുന്ന പോലെ ആവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾ കൂടിയുള്ളൂ. അപ്പോൾ അവളുടെ അമ്മ അവളെ കൂടി എൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ അവൾക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥയാണ്. അപ്പോൾ ഞാൻ പെങ്കൊച്ചായിട്ടൊന്ന് സംസാരിച്ചു. വിഷയം ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും നിനക്ക് ഇതുമായിട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം ഇങ്ങനെ. അപ്പോഴാണ് പറയുന്നത്, ഇവളുടെ കൂട്ടുകാരി 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ എന്തോ ഒരു അസ്വസ്ഥകളൊക്കെ ഉണ്ടായി. അവളാണ് അവിടെ റെയിൽവേ പാളത്തിൽ പോയി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് തലയൊക്കെ വെച്ച് അങ്ങനെ ചിന്ന ഭിന്നമായി പോയി. ഇവൾ പോയി കാണുമ്പോൾ ഇവൾ കാണുന്നത് പൂർണ്ണമായിട്ടും തൻ്റെ കൂട്ടുകാരിയെ കാണാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ട്രെയിനിൻ്റെ സ്വരം കേട്ടു. അപ്പോൾ ഇവളുടെ വീടും ട്രെയിനിൽ റെയിൽവേ പാളത്തിൽ നിന്ന് ഒത്തിരി അകലല്ലാത്തതാണ് ഇവളുടെ വീട്. എപ്പോഴൊക്കെ ട്രെയിൻ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഇവളിലേക്ക് ആ പാനിക്, നമ്മുടെ പോലെ ഫിയർ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ആ ഭയം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറും. കയറി കഴിയുമ്പോൾ കംപ്ലീറ്റ് ശ്വാസം പോലും കിട്ടാത്ത രീതിയിൽ വല്ലാത്തൊരു ഫിയറാണ്. അപ്പം അവളിപ്പോൾ അനുഭവിക്കുന്ന ആ ഫിസിക്കൽ ഡിസ്റ്റർബൻസിന്റെ പിന്നിൽ ദർ ഇസ് എ റീസണബിൾ റീസൺ, ഒരു വിഷയമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ വിഷയത്തിൽ അവൾക്കൊരു ഹീലിംഗ് കിട്ടിയാലേ അവൾ അനുഭവിക്കുന്ന ഫിസിക്കൽ പ്രോബ്ലം മാറുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, എത്രമാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും അവൾക്ക് ഈ വിഷയത്തിൽ ഒരു സൗഖ്യം കിട്ടില്ല. അവൾക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ അതിനൊരു കാരണത്തെ റിയലൈസ് ചെയ്യുകയും അങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ ആ മേഖലയിൽ നമ്മളൊരു ഡെലിവറൻസ് ആദ്യം അവൾക്ക് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ അവൾക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. ചിലർക്ക് അങ്ങനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള ചില വിഷയങ്ങളുണ്ടാകും. അതിന് ആ വിഷയത്തെ തന്നെ എടുത്ത് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിൽ കൊടുത്ത് അതിലൂടെ പ്രവേശിച്ച തിന്മ ആ മേഖലകളിൽ നമ്മളൊരു വിടുതൽ സൗഖ്യം എടുക്കേണ്ടതുണ്ട്. ഇന്ന് അനുഭവിക്കുന്ന ചില അസ്വസ്ഥതകളുടെ പിന്നിൽ അതിന്റെ പിന്നിലുള്ള ഒരു അടിസ്ഥാന കാരണത്തെ ഹീൽ ചെയ്യേണ്ടതാണെങ്കിൽ അതിനെ ഹീൽ ചെയ്യണം. അതല്ല എങ്കിൽ അതിലൂടെ പ്രവേശിക്കുന്ന തിന്മ നമ്മൾ എന്നും എക്കാലവും രോഗിയാക്കി മാറ്റും. ഫിസിക്കൽ മാത്രമല്ല, ശാരീരിക രോഗം മാത്രമല്ല, മനസ്സിന്റെയും ആത്മാവിന്റെയും രോഗത്തിൽ അത് കെട്ടിയിടും. ഇപ്പൊ നമ്മൾ ചില രോഗങ്ങൾക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ രോഗത്തിന്റെ പിന്നിലുള്ള കാരണം നമ്മൾ പറയുന്ന പോലെ സൈക്കോസൊമാറ്റിക് ആണ്. അതായത് മനസ്സുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് എങ്കിൽ നമ്മൾ ശരീരത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. മനസ്സിനെ ട്രീറ്റ് ചെയ്യണം. ഇനി അത് ആത്മാവിന്റെ രോഗമാണെങ്കിൽ ആത്മാവിനെ ട്രീറ്റ് ചെയ്യണം. പാപം മൂലം വന്ന അനർത്ഥമാണെങ്കിൽ പാപത്തിന്റെ കട്ടടിയാതെ അനർത്ഥം മാറില്ല. പാപം മൂലം വന്ന രോഗമാണെങ്കിൽ പാപത്തിന്റെ കട്ടടിയാതെ രോഗം മാറില്ല. പാപം മൂലം വന്ന തടസ്സമാണെങ്കിൽ പാപത്തിന്റെ കട്ടടിയാതെ തടസ്സം മാറില്ല. അപ്പൊ നമ്മൾ ഏത് വിഷയത്തിലാണോ ഒരു ഡെലിവറൻസ് ആവശ്യമായിട്ടുള്ളത് ആ വിഷയത്തിൽ ഡെലിവറൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ചിലർക്കൊക്കെ ഇപ്പൊ നമ്മൾ അറിയില്ല, ഓക്കെ ചാകണം ചത്താ മതി എന്നൊക്കെയുള്ള ചിന്ത മനസ്സിൽ വരാനുള്ള ഒരു കാരണം ഉണ്ടാകും. ചുമ്മാ ഇരുന്നപ്പോ ചാകണമെന്ന് ചിന്തിച്ചതല്ല. ചിലപ്പോൾ ജീവിതത്തിന്റെ ഇന്നലകളിൽ കടന്നുപോയ ചില ജീവിതത്തിന്റെ അനുഭവങ്ങള് അവരെ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക്, സാഹചര്യത്തിലേക്ക് എത്തിച്ചതാണ്. അപ്പൊ ഈ സംഭവിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് സൗഖ്യം കിട്ടേണ്ടത്. ഈ രാമപുരം അതിനപ്പുറത്തുനിന്നൊരു സഹോദരി എന്നെ കാണാൻ വന്നത്. വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എല്ല് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, വെറുതെ ബോൺ, എല്ല് മാത്രം. അപ്പൊ കാണുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും മാരകമായ രോഗം വല്ലതുണ്ടോ? പുള്ളിക്കാരത്തി പറഞ്ഞു, കുറേ രോഗങ്ങളുണ്ടാച്ചെന്ന് പറഞ്ഞു, ഒത്തിരി രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ശരീരത്തിൽ ബ്ലഡിന്റെ കുറവുണ്ട്, പിന്നെ വേറെ കുറെ അങ്ങനെ വൈറ്റമിൻസ് കുറവുകൾ, അങ്ങനെ ഒത്തിരി കുറവുകളുണ്ട്. അപ്പൊ നമുക്ക് കാണുമ്പോൾ വെറുതെ അസ്ഥിക്കൂടം പോലെയാണ് ഈ പുള്ളിക്കാരത്തി നിൽക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നു പുള്ളിക്കാരത്തി. വളരെ വെൽ ബിൽറ്റ് ആയിട്ട് നല്ല സ്മാർട്ടായിട്ടുണ്ടായിരുന്ന പെണ്ണായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. എൻ്റെ അടുത്ത് വരുന്നത് തന്നെ ഞാൻ അറിയുന്ന ഒരു അച്ഛൻ്റെ റിലേഷൻ ആൻറ്റി അവരുടെ അടുത്തുണ്ട്. ആൻറ്റി അങ്ങനെ ഇവരുടെയായിട്ട് എന്തോ ഒരു കണക്ഷനുണ്ട്, അതിലൊക്കെ എന്തോ കണക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ ചെന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് നിരന്തരം ഇനിയിപ്പോൾ സൂയിസൈഡ് ചെയ്താൽ മതി, ചത്താൽ മതി എന്നൊക്കെയുള്ള ചിന്തയും അതിനനുസരിച്ചുള്ള 1-2 കാര്യങ്ങളൊക്കെ ചെയ്തു. പുള്ളിക്കാരത്തെയാണ് എന്നെ വിളിച്ചിട്ടുണ്ട്, അച്ഛാ അങ്ങനെ ഒരാളെ ഞാൻ അവിടെ നിന്ന് വിടുവാണ്, അച്ഛൻ ഒന്ന് കാണണം, പ്രാർത്ഥിക്കണം, സീരിയസ് വിഷയമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു സമയം കൊടുത്ത് അങ്ങനെയാണ് പുള്ളിക്കാരത്തി വരുന്നത്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരി വിദേശത്ത് ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇസ്രായേൽ ജോലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഭർത്താവ് നാട്ടില്, ഭർത്താവിൻ്റെ അമ്മയുണ്ട്, പിള്ളേരെയൊക്കെ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും കൂടി നോക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 7 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം, 7 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ അമ്മ ടോയ്ലറ്റിൽ കയറി എന്തോ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് തെന്നി ഒന്ന് വീണു.
വീഴ്ചയോടുകൂടി കംപ്ലീറ്റ് ബെഡ്രിഡനായി. ഈ ഇവിടെ അങ്ങോട്ട് നട്ടലിനൊക്കെ ചെറിയ ക്ഷതമേറ്റ് ഈ ഇവിടുത്തെ ഒരു ബോളൊക്കെ പൊട്ടി. അപ്പൊ കംപ്ലീറ്റ് കട്ടിലെ കിടപ്പായി. നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നല്ല. അപ്പൊ ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ കിടപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ ഭർത്താവിന് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവരെ കൊണ്ടുപോയി സ്കൂൾ ബസ്സിൽ കയറ്റി വിടണം, തിരിച്ചു കൊണ്ടുവരണം, അതിനിടയ്ക്ക് അമ്മയുടെ കാര്യം മുഴുവൻ നോക്കണം. എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പറ്റാതെ വല്ലാത്ത സ്ട്രഗിളായി. അപ്പൊ ഇതിനിടയ്ക്ക് സംസാരത്തിനിടയ്ക്ക് പുള്ളി ഭാര്യയോട് പറഞ്ഞു, എടി വല്ലാത്ത ബുദ്ധിമുട്ടാണ്, അമ്മേനെ നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം, വല്ലാത്തൊരു സ്ട്രഗിൾ ആണെന്ന്. സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു സ്ട്രഗിള് ഒരു ഭർത്താവ് ഭാര്യയോട് ഷെയർ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ഷെയർ ചെയ്തു. ഈ പങ്കുവെച്ച് ചോദിച്ചു, ഞാൻ നാട്ടിൽ വരണോ, ജോലി നിർത്തി നാട്ടിൽ വരണോ? നീ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ നടക്കും? ആർക്കെങ്കിലും ജോലി വേണ്ടേ, നമുക്ക് സാമ്പത്തിക കാര്യവും നോക്കണ്ടേ? അപ്പോൾ അവള് പറഞ്ഞു, അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ അമ്മയെ ശുശ്രൂഷിക്കാന്നുള്ളത് എൻ്റെയും കൂടി ഒരു ഉത്തരവാദിത്തമല്ലേ, ഭർത്താവിൻ്റെ അമ്മയാണ്. അപ്പോൾ ഈ ഭർത്താവിന് ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ വന്നാൽ കൊള്ളാമെന്നുണ്ട്, എന്നാൽ അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. അപ്പോൾ അവളവിടെ തന്നെ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന ഒരു കൂട്ടായ്മയും അവർ കുറച്ച് പേരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയൊക്കെ ഉള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾ ദൈവത്തോട് ആലോചന ചെയ്തപ്പോൾ ആരോ അവളോട് ആ കൂട്ടായ്മയുണ്ടായിരുന്ന ആരോ പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ കിടക്കുമല്ലേ സീരിയസ് ആയിട്ട് സിക്കായിട്ട്, നീ നാട്ടിലേക്ക് ചെന്ന് അമ്മയെ പോയി നോക്ക്. നാളെ അമ്മയെ നോക്കാൻ പറ്റിയില്ലെങ്കിലോ, നാളെ നീ അമ്മയെ നിനക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിനക്കൊരു വിഷമമായിട്ട് മാറില്ലേ, അങ്ങനെ പോകുന്ന നല്ലതെന്ന് ആരോ പറഞ്ഞു. അത് അവൾക്കത് ഒരു ആത്മീയ ഉപദേശമായിട്ട് തോന്നി. അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോരുവാ, കുറച്ച് നാൾ ഞാൻ അമ്മയെ നോക്കാം എന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ട് അവൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത്, അവിടെ വീട്ടുകാരെ നോക്കല, പ്രായമുള്ളവരെ നോക്കലാണ് അവിടെ ചെയ്യുന്നതൊക്കെ. അവിടെ നിന്ന് നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് പോന്നിട്ട് ഈ അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയ്ക്ക് വേണ്ടി അമ്മയെ നോക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും വിസിറ്റ് അമ്മയുടെ കാര്യങ്ങൾ നോക്കണം. കടന്ന കടപ്പാണ് വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ ഭർത്താവും രണ്ടുപേരും ജോലിയില്ലാന്നൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഭർത്താവ് ജോലിക്ക് പോകാൻ തുടങ്ങി. അമ്മ കടന്ന കടപ്പ് എഴുന്നേൽക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം ഓർമ്മയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകാം. അങ്ങനെ 1-2 വർഷമല്ല, ഒരു 6-7 വർഷക്കാലം അങ്ങനെ കടന്നു. അത്രയും നാള് ഒരാളെ നോക്കാന്ന് പറഞ്ഞാൽ അത്രയും പേഷ്യൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതും അത്യാവശ്യം സഹകരിച്ചൊക്കെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടോ കിടക്കുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടോ ഒക്കെ അമ്മ പിന്നെ പ്രായത്തിൻ്റെ ഒക്കെ കാണുമായിരിക്കും, പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കണ്ട് നമ്മൾ പറയല്ലേ നല്ലതല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ പലതും. ഇവളെന്നാ ചെയ്തു കൊടുത്താൽ അമ്മയ്ക്ക് സംതൃപ്തി ഇല്ലാതെ എന്ത് മാക്സിമം ചെയ്യുന്നുണ്ട്. അവൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, അമ്മയെ കുളിപ്പിക്കുന്നത്, ശരീരമൊക്കെ തുടച്ചു പിടിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ഏറ്റവും വിശദ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവള് തന്നെയാണ്. മുഴുവൻ ചെയ്തു കൊടുത്തിട്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് ഒരു തൃപ്തിയില്ലാതെ. ഇപ്പോൾ വരുന്നവരോടും പോകുന്നവരോടൊക്കെ ഇവളുടെ കുറ്റം പറയാൻ തുടങ്ങി അമ്മ. അവൾ എന്നെ നോക്കുന്നില്ല, അവൾ എനിക്ക് ഭക്ഷണം തരുന്നില്ല, അവൾ എനിക്ക് വെള്ളം തരുന്നില്ല, അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ പെൺമക്കളുണ്ടല്ലോ ഇവർക്ക് പുള്ളിക്കാരത്തിന്. അപ്പോൾ ഇടയ്ക്ക് പെൺമക്കൾ വരും, വീട്ടിൽ വരും, രാവിലെ വരും, ഉച്ചവരെയൊക്കെ നിൽക്കും, വൈകിട്ട് വരെയൊക്കെ നിന്നിട്ട് അവർ തിരിച്ചു പോകും. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഈ പെൺമക്കളോടും ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു, എടി എനിക്ക് വെള്ളം തരുന്നില്ലടി. ചിലപ്പോൾ പ്രായത്തിൻ്റെതായ ഓർമ്മക്കുറവോ ഈ കിടന്നതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷൻ എന്തും ആകാം. ഇതെല്ലാം പറഞ്ഞാൽ അമ്മ പറഞ്ഞതൊക്കെ അതുപോലെ വേദവാക്യമായിട്ട് മകള് ഉള്ളിലേക്ക് എടുത്തിട്ട് തിരിച്ചു പോയിട്ട് മകനെ വിളിച്ചു, അതായത് ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ അവള് അമ്മയെ കൊന്നുകളയാൻ പോലും മടിക്കുകയല്ല എന്നൊരു വാക്ക് അത് ഇവളുടെ ചെവിയിലെത്തി. കാരണം ഈ പോകുന്ന വഴിക്ക് അയലൊക്കത്തെങ്ങാണ്ടുള്ളവരോട് തൊട്ടപ്പുറത്തുള്ളവരോട് പറഞ്ഞു, അതെ ഒന്ന് നോക്കിക്കോളണം കേട്ടോ, അമ്മേനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം കേട്ടോ, അവളങ്ങനെ നന്നായിട്ട് നോക്കുന്നൊന്നുമില്ല. അപ്പം അമ്മയ്ക്കൊരു പേടിയുണ്ട്, അവളെങ്ങനെ അമർത്തി കൊന്നുകളയാന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ പോയെന്ന് വഴിക്ക് അയലൊക്കക്കാരത്തി വന്നിട്ട് പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മകള് പോയപ്പോൾ കമൻ്റൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടോ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിഷമായി. കഴിഞ്ഞ 6-7 വർഷക്കാലമായിട്ട് സ്വന്തം അമ്മയെ നോക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് നല്ലൊന്നാന്തരം ജോലി വേണ്ടെന്ന് വെച്ചിട്ട് നാട്ടിൽ വന്നിട്ട് ഭർത്താവിൻ്റെ അമ്മയെ ഒരു കുറവില്ലാതെ നോക്കിയതാണ്. നമ്മൾ എന്തെങ്കിലും അങ്ങനെ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എത്ര കണ്ട് ആത്മാർത്ഥമായിട്ടൊരു വ്യക്തിയെ സ്നേഹിക്കുകയും അത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് നേരെ വിപരീതമായ സംസാരവും പ്രവൃത്തിയും ഒക്കെയാണ് അവരിൽ നിന്നുണ്ടാകുമ്പോൾ അത് നമുക്ക് കൂടുതൽ വേദനയും പെയിനും ഉണ്ടാക്കും. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് വല്ലാത്ത മാനസികമായിട്ട് വല്ലാതെ ഞെരുങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ചുമ്മാ ഇവളോട് സംസാരിക്കുന്നിടയ്ക്ക്, നീ അമ്മയെ നോക്കുന്നൊക്കെ ഉണ്ടല്ലോ ഡി അല്ലേ, നന്നായിട്ടൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ,
അങ്ങനെ എന്തോ ഒരു കമന്റ് ഭർത്താവും പറഞ്ഞു. ഇതും കൂടി ആയപ്പോൾ പുള്ളിക്കാരത്തേക്ക് വല്ലാത്തൊരു മാനസിക അസ്വസ്ഥതയാകാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞ 6-7 വർഷക്കാലം അമ്മയെ നോക്കിയിട്ട്, അമ്മയിൽ നിന്ന് വരുന്ന പോട്ടെ, ഇങ്ങനെ വരുന്നത് സംസാരം ഇങ്ങനെയാണ്, ഭർത്താവിന് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ വല്ലാതെ അങ്ങോട്ട് സ്ട്രഗിളിങ് ആയി, ഡിസ്റ്റർബ്ഡ് ആയി, ഫ്രസ്ട്രേറ്റഡ് ആകാൻ തുടങ്ങി. പിന്നെ ഇതിങ്ങനെ ആലോചിച്ച് ഈ പെങ്കൊച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കഴിച്ചാൽ ഒന്നും ശരീരത്തിലേക്ക് പോകുന്ന ഛർദി, അസ്വസ്ഥതകൾ. എന്തിനേറെ പറയുന്നു, 2-3 മാസം കൊണ്ട് 36 കിലോയാ കുറഞ്ഞ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 3-4 മാസം കൊണ്ട് കുറഞ്ഞതാണ് 30-ലധികം കിലോ. അതായത് നിപ്പാൽ ഇങ്ങനെ കുറയാൻ തുടങ്ങി. ഒന്നും കഴിക്കുന്നില്ല, ലിറ്ററലി പെങ്കുച്ചിന് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിലായി. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം തലകറങ്ങി വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് ഇട്ട് കിടത്തി. അവർ പറഞ്ഞ് വെള്ളം കുടിക്കണം, ഇതിനകത്ത് ഇതാണ് അതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവൾക്കൊന്നും പറ്റണില്ല. മെന്റലി വല്ലാതെ അങ്ങോട്ട് സ്ട്രഗിളിങ് ആയി തുടങ്ങി. എന്നാൽ ഇവളുടെ മനസ്സിനെ, ഇവളുടെ ചിന്തകളെ ഇവരിലൂടെ, ഇവരുടെ സംസാരത്തിലൂടെ പിശാച് വഞ്ചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൈവിക ജ്ഞാനമില്ലാതെ പോയത് കൊണ്ട് സംഭവിച്ചെന്നാ, വല്ലാതെ മെന്റലി അങ്ങോട്ട് സ്ട്രഗിളിങ് ആയി. അത് ഏതാനും മാസങ്ങൾ ഇങ്ങനെ അത് വഹിച്ച് അവസാനം എന്നെ കാണാൻ വരുമ്പോൾ എല്ലാം തോലുമായിട്ട് നിൽക്കുന്നു. വേറെ ഒരു ചിന്തയും മനസ്സിലില്ല. ചത്താ മതി, എന്നെ ആർക്കും വേണ്ട, ഞാൻ അധ്വാനിച്ചതൊക്കെ വെറുതെയായി, ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി, ഇവരുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണം, എന്നിട്ട് ഞാനെല്ലാം ചെയ്യണം, ഞാനിത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ അധ്വാനിക്കുന്നത് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വയം മാനസികമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി, അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഭാരം അവളെ ഫിസിക്കലി ടോട്ടലി തകർത്ത് കളഞ്ഞു. ഞാൻ ആലോചിക്കരുത്, എന്നെ കാണാൻ വരുന്ന സമയത്ത് ആ ഒരു അവസ്ഥയിൽ ആ പെങ്കൊച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം അനദർ 6 months ജീവിച്ചിരിക്കും, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോവുകയല്ല. എനിക്ക് എൻ്റെ മുമ്പിൽ ഒരൊറ്റ ഓപ്ഷനുള്ളൂ, ഇവിടെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം. അതിന് മുകൾക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. ഇത് കഴിഞ്ഞ് ഫിസിക്കൽ അവളുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യേണ്ടതുണ്ട്, അതിനും കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. ഞാനപ്പോൾ ഈ പറഞ്ഞ എന്നെ കോൺടാക്ട് ചെയ്ത എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ ആൻറ്റിയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവളോട് ഒരു ധ്യാനത്തിന് അടുത്ത ദിവസം തുടങ്ങുന്ന ധ്യാനത്തിന് കയറാൻ പറയുവാണ്, നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞ് നിർബന്ധിക്കണം. ഇനി അവൾ വരുന്നില്ല എങ്കിൽ ആരെങ്കിലും കൂട്ടി അവളെ വിടണം. അവളുടെ ഫിസിക്കൽ അനുസരിച്ച് അവൾക്ക് അസ്വസ്ഥതകളുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ കൂടി കൂട്ടി നിർബന്ധമായിട്ടും വിടണം. വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. പുള്ളിക്കാരത്തി അത് സീരിയസ് ആയിട്ട് എടുത്തു, കാരണം പുള്ളിക്കാരത്തിക്ക് അറിയാവുന്നതുകൊണ്ട്. എന്നിട്ട് പുള്ളിക്കാരത്തി തന്നെ, എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ഈ ആൻറ്റി തന്നെ ഈ പെങ്കൊച്ചിനെ കൊണ്ട് ധ്യാനത്തിന് വന്നു. ധ്യാന ദിവസങ്ങളിൽ തമ്പുരാന്റെ വലിയ കരുണ ഈ പെങ്കൊച്ചിന് അനുഭവിക്കാൻ പറ്റി. ആ സൂയിസൈഡൽ തോട്ടിൽ നിന്നും, മനസ്സിനേറ്റ മുറിവിൽ നിന്നൊക്കെ പരിശുദ്ധാത്മാവ് ഈ മകൾക്ക് പൂർണ്ണമായ സൗഖ്യവും വിടുതലും നൽകി. ധ്യാനം കഴിഞ്ഞപ്പോൾ ആ മകൾക്ക് ചിരിക്കാൻ പറ്റി. കുറേ നാളുകളായിട്ട് ഈ പെങ്കൊച്ച് ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. എങ്ങനെ ചിരിക്കാൻ പറ്റും? ധ്യാനം കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞതാണ്, അച്ഛാ ഇപ്പോഴാണ്, ഞാൻ കുറേ നാളായിട്ട് ഇപ്പോഴാണ് ഇവിടെ മുഖത്തൊരു ചിരി ഞാൻ കാണുന്നത്. ഭാഗ്യത്തിന് ആ പെങ്കൊച്ച് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇപ്പം ഇച്ചിരി ശരീരത്തിൽ ഇറച്ചിയൊക്കെ ആയി തുടങ്ങി, അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്. അതോടുകൂടി അവൾക്ക് ആ മനസ്സിലെ ചിന്തകൾക്ക് ഡെലിവറൻസ് കിട്ടിയോടുകൂടി ഒരു കുഴപ്പമില്ല. അവൾ പറഞ്ഞു, അമ്മ എന്തും പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല, പ്രായമുള്ളതിൽ അമ്മ എന്തും പറഞ്ഞോട്ടെ. ഭർത്താവ് അങ്ങനെ വിചാരിച്ചാലും ഞാൻ തമ്പുരാന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. കാരണം ഞാൻ ഇന്ന് വരെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവളുടെ ഈ പുള്ളിക്കാരത്തിനടുത്ത് പറഞ്ഞു, ഭർത്താവിനെ എനിക്കൊന്ന് കണക്ട് ചെയ്ത് തരണം. എന്നെ ഫോണിലൂടെ ഞാൻ പുള്ളിയോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, പുള്ളിക്കാരത്തി കടന്നു പോകുന്ന ഒരു ഡേഞ്ചറസ്, നമ്മൾ പറഞ്ഞില്ല, ഒരു നേർത്ത രേഖകളിലൂടെ ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നു വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ എന്തും പറഞ്ഞോട്ടെ, നാത്തൂമാർ പെങ്ങന്മാരെന്തും പറഞ്ഞോട്ടെ, അയൽവക്കക്കാരെന്തും പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് സഹോദരിയുടെ കൂടെ, ഭാര്യയുടെ കൂടെ നിൽക്കുന്നില്ല എങ്കിൽ, സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അമ്മ നഷ്ടപ്പെടും. പച്ചയ്ക്ക് ഞാൻ ആ സഹോദരനോട് ഫോണിലൂടെ പറഞ്ഞു. എന്നിട്ട് അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് അവസ്ഥ, ഇതാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി അവളെ കെയർ ചെയ്യണം, കരുതണം, കൂടെ നിൽക്കണം. പോട്ടെ എന്ന് പറ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ കൂടെ നിന്ന് സഹായിക്കണം. കുറച്ചു നാളെങ്കിലും അവൾക്ക് ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത കിട്ടിയാലേ അവൾക്ക് അതിൽ നിന്ന് ടോട്ടലി റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് വലിയ ഭാഗ്യം, അവരുടെ ലൈഫിൽ തമ്പുരാൻ ഇടപെട്ടു. പക്ഷേ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമായിരുന്നു, മെഡിക്കേഷനെ കുറച്ച് ആവശ്യമായിരുന്നു. കാരണം അത്ര കണ്ട് നമ്മൾ പറയില്ലേ, അസ്വസ്ഥപ്പെട്ടു നിന്നൊരു സമയമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, നിരാശ, ആകുലതകൾ, അതിന് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിലുണ്ട് എങ്കിൽ
ചില പരാജയങ്ങൾ കാരണം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, വിശ്വാസം ക്ഷയിച്ചു, പ്രാർത്ഥിക്കാൻ പറ്റാതെ, ചില തകർച്ചകൾ, ചില രോഗങ്ങൾ, ചില വേണ്ടപ്പെട്ടവരുടെ വേർപാടിന്റെ ദുഃഖം, ചില മനസ്സിനേറ്റ മുറിവുകൾ, ആരുമില്ല എന്നുള്ള തോന്നലുകൾ, ആർക്കും വേണ്ട എന്നുള്ള ചിന്തകൾ, വഞ്ചിക്കപ്പെട്ടതിന്റെ, ചതിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ, അത് മനസ്സിനെ ഏൽപ്പിച്ച ആഘാതങ്ങൾ, ക്ഷതങ്ങൾ, ജീവിത പങ്കാളിൽ നിന്നും കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ, തിരസ്കരണങ്ങൾ, ശാരീരികമായി പോലും ഏറ്റെടുക്കേണ്ടി വന്ന പീഡനങ്ങൾ, ഇതെല്ലാം ഒരു മനുഷ്യ മനസ്സിനെ വല്ലാതെ ബ്രേക്ക് ചെയ്യും. അതിനെ നമുക്ക് ആ വിഷയത്തിൽ ഒരു സൗഖ്യം എടുത്ത് അതിലൂടെ പ്രവേശിച്ച തിന്മ ഒരുപക്ഷെ വർഷങ്ങളോളം നമ്മളെ ഹോൾഡ് ചെയ്ത്, ഒരു തിന്മ നമ്മളെ ഹോൾഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി മനസ്സിന് മുറിവേറ്റതിലൂടെ ആ മുറിവുമായിട്ട് ഏതാനും നാളിങ്ങനെ പോവുകയാണ്. അപ്പോൾ മുറിവേറ്റ മനസ്സിന് സ്വാഭാവികമായിട്ടും സൗഖ്യം കിട്ടാത്തിടത്തോളം കാലം ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു മനുഷ്യ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ, കൊണ്ടു നടക്കുമ്പോൾ, ക്ഷമിക്കാതിരിക്കുക എന്നുള്ളത് ശത്രുവിന്റെ ആയുധമാണ്. ഇപ്പൊ മനസ്സിനേറ്റ മുറിവിലൂടെ ഇപ്പൊ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്താണ് തിന്മ? വെറുപ്പ് മനസ്സിലേക്ക് കയറി, അത് തിന്മയാണ്. അപ്പോൾ വെറുപ്പിലാണ് പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി ആ തിന്മയുടെ സ്വാധീനത്തിൽ ഏതാനും നാളുകൾ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ സ്വാഭാവികമായിട്ടും ആ തിന്മ ആ വ്യക്തിയെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ തകർക്കും. ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ എവിടെയെങ്കിലുമൊക്കെ, ജീവിതത്തിലോ എവിടെയെങ്കിലുമൊക്കെ ആ തിന്മ അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കും. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ ഡെലിവറൻസ് വേണം. എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്നൊരു പെങ്കൊച്ചിൻ്റെ അവസാനം ഇപ്പോൾ ഓർക്കാണ്. വർഷങ്ങൾ ആസ്മാറ്റിക് ആയിരുന്നു, ആസ്മ പേഷ്യൻ്റ് ആയിട്ട് കടന്നുപോയ ആ പെങ്കൊച്ച് ആസ്മ രോഗിയായതിൻ്റെ പിന്നിൽ കൃത്യമായൊരു കാരണം അവളുടെ ലൈഫിൽ 7-8 പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. എന്നെ കാണാൻ വരുമ്പോൾ അവൾക്ക് 18-19 വയസ്സ് പ്രായമുണ്ട്, +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഈ പെങ്കൊച്ച് ഈ ആസ്മയ്ക്ക് മരുന്ന് കഴിക്കുന്നു, അതിൻ്റെ ഇൻഹേലർ എടുക്കുന്നു, ഇതെല്ലാം ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പെങ്കൊച്ചാണ്. പക്ഷെ വന്ന് പ്രാർത്ഥിച്ച് കൗൺസിലിങ്ങിന്റെ സമയത്ത് കൃത്യമായിട്ട് ഇതിന്റെ റൂട്ട് കാരണം എവിടെയാണ്, ഈ ഫിസിക്കൽ പെയിൻ രോഗം സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലാക്കി അവൾക്ക് വേണ്ടി ആ വിഷയത്തിൽ സൗഖ്യം എടുപ്പിച്ചു, പറഞ്ഞു കൊടുത്തു, ലയിപ്പിച്ചു, റിനൗൺസ് ചെയ്യിപ്പിച്ചു. ആ സമയത്ത് അവളുടെ മനസ്സിനേറ്റ അസ്വസ്ഥതകളെ കർത്താവിന്റെ നാമത്തിൽ തിരസ്കരിക്കുകയും കർത്താവിന്റെ രക്തം കൊണ്ട് കഴുകി ആ സമയത്ത് സംഭവിച്ച വൈകാരിക മനുഷ്യനേറ്റ മുറിവുകൾക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോണ്ടല്ലോ 6-7 വർഷങ്ങളായിട്ട് ഈ മകൾ കൊണ്ടു നടന്ന ആസ്മാറ്റിക് രോഗം ടോട്ടലി ഹീൽഡായി. അവൾക്ക് പഫൊന്നും എടുക്കേണ്ടാത്ത രീതിയിൽ, മരുന്ന് കഴിക്കേണ്ടാത്ത രീതിയിൽ കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവൾ ആജീവനാന്തൻ രോഗിയാ. ചിലപ്പോൾ ആസ്മ പേഷ്യൻ്റ് ആയിട്ട് തന്നെ ഈ പെങ്കൊച്ച് മരിക്കുകയും ചെയ്യും. കാരണം ഈ രോഗത്തിന്റെ പിന്നിലുള്ള കാരണം യഥാർത്ഥ രോഗമല്ല എന്നും അവളുടെ മനസ്സിനേറ്റ ഒരു മുറിവിലൂടെ പ്രവേശിച്ച തിന്മ അവളെ ഇന്ന് രോഗിയാക്കി ഹോൾഡ് ചെയ്യുകയാണെന്ന് അവൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവൾ നിത്യരോഗിയായിട്ട് മാറും. നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങളുടെ പിന്നിലും എന്തെങ്കിലും അടിസ്ഥാന കാരണങ്ങൾ. ആ കാരണത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, ബ്രേക്ക് ചെയ്യേണ്ടത്. ചില ദുശീലങ്ങളുടെ പിന്നിൽ, അതിന്റെ പിന്നിലുള്ള ചില കാരണങ്ങളുണ്ടാവും. ചിലർ മദ്യപാനികളായതിന്റെ പിന്നിൽ, ചിലർ പുകവലിക്കാൻ തുടങ്ങിയ, ചിലർ ലൈംഗികമായ മ്ലേച്ഛകരമായ അവസ്ഥയിലേക്ക് വീണുപോയി അതിൽ തന്നെ കിടക്കുന്ന പിന്നിലൊക്കെ അടിസ്ഥാന കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങളെയാണ് നമ്മൾ ആദ്യം ഹീൽ ചെയ്തെടുക്കണ്ടേ. എങ്കിലേ അത് ആ ടോട്ടൽ ഡെലിവറൻസിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാ ക്ഷമിച്ചേ? ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരല്ലല്ലോ. ക്ഷമിക്കാതിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ, കഠിനമായ വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതാനും നാളുകൾ ഒരു കഠിനമായ വെറുപ്പോ കഠിനമായ ദുഃഖമോ മനസ്സിൽ കൊണ്ടു നടന്നാൽ ശരീരത്തിൽ വെളിപ്പെടുന്ന ചില രോഗങ്ങളാണ് മൈഗ്രെയിൻ രോഗം, സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീധന്യമായ ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂസുകൾ, ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ, സ്കിന്നുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അലർജികൾ, അസ്ഥി സംബന്ധമായ നട്ടെല്ല്, ഷോൾഡർ, സ്പോണ്ടലോസിസ് പെയിനുകൾ പോലത്തെ പെയിനുകൾ, കൂടാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വരുന്ന മുഴകൾ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു കാരണം, എല്ലാ കാരണമല്ല, ജനറലൈസ് ചെയ്യരുത്, ഒരു കാരണം ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിന്റെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനങ്ങൾക്കൊക്കെ കൺവെൻഷനുകളൊക്കെ ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടുന്നത്. പെട്ടെന്ന് ചിലവർക്ക് നടുവിൻ്റെ സൗഖ്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്?
വർഷങ്ങളായിട്ട് ആരോടും മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടന്നിട്ട് ആ വെറുപ്പ് ഫിസിക്കൽ പെയിനായിട്ട്, നടുവിന് വേദനയായിട്ട് മാറി. എന്നിട്ട് ഇതും ക്യാരി ചെയ്തുകൊണ്ടിരിക്കുക. നടുവേദനയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഉള്ളി കിടക്കുന്ന വെറുപ്പെടുത്ത് കളയില്ല, ആജീവനാന്തം ട്രീറ്റ് ചെയ്യേണ്ടി വരും. ചില രോഗങ്ങളുടെ പിന്നിൽ വൈകാരിക മനുഷ്യനേറ്റ മുറിവാണെങ്കിൽ തീർച്ചയായിട്ടും ആ മുറിവ് കർത്താവിൻ്റെ സ്നേഹത്തിൽ സുഖപ്പെടുത്തേണ്ടതുണ്ട്. ദൈവത്തിന് മാത്രമേ നമ്മുടെ ഇന്നലകളെ സുഖപ്പെടുത്താൻ പറ്റൂ. ഹല്ലേലൂയ. ഈശോയ്ക്ക് മാത്രമേ നമ്മുടെ ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ച മുറിവുകൾക്ക് സൗഖ്യം തരാൻ പറ്റൂ. നേരത്തെ പറഞ്ഞില്ല, അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നലകളിൽ നമ്മളെല്ലാം മുറിവേറ്റവരാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ക്ഷതങ്ങളേറ്റിട്ടുണ്ട്. നമുക്ക് അംഗീകരിക്കാൻ, ഉൾക്കൊള്ളാനും പറ്റാത്ത ജീവിതത്തിന് അനുഭവങ്ങൾ ഇന്നലകളിൽ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളെ, സ്വഭാവത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ നന്മകളെ വിപരീതമായിട്ട് ഇന്ന് സ്വാധീനിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയത്തിൽ കർത്താവ് വാഗ്ദാനം ചെയ്ത വിടുതൽ, സൗഖ്യമുണ്ട്. അത് നമ്മൾ എടുക്കണം. അല്ലാതെ എനിക്ക് ചാകണമെന്നുള്ള ചിന്തയെ ചാകണമെന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന അവസാനം നീ ചാകും. എനിക്ക് ആരെ കണ്ടാലും പാപം ചെയ്യണമെന്ന് ചിന്ത, ഓക്കെ, ശരിയാണ്. ആ വിഷയത്തിൽ നമുക്ക് ഡെലിവറൻസ് എടുത്ത് മുന്നോട്ട് പോകണം. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ശരിയാണ്. മനസ്സിനേറ്റ മുറിവ് എന്താണ്? ആ മുറിവിന് സൗഖ്യം എടുത്ത് ക്ഷമിക്കാനുള്ള കൃപയോടെ ക്ഷമിച്ച് മുന്നോട്ട് പോകണം. നമ്മളിൽ നിൽക്കുന്ന ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ തീരുമാനമെടുക്കാതെ മറ്റാരും അഡ്രസ് ചെയ്യും? ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിട്ട് ഇന്ന് മാറി, അഡ്രസ് ചെയ്യും എൻ്റെ വിഷയത്തെ? എനിക്കിത് വലിക്കാതിരിക്കാൻ പറ്റണില്ല, കുടിക്കാതിരിക്കാൻ പറ്റണില്ല, പാപം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അഡ്രസ്? ഞാൻ തന്നെ അഡ്രസ് ചെയ്യണ്ടേ? നാട്ടുകാർ അഡ്രസ് ചെയ്യൂല. എൻ്റെ വിഷയത്തെ ഞാനല്ല അഡ്രസ് ചെയ്യണ്ടേ? എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഹൂ വിൽ അഡ്രസ് ദിസ് ഇഷ്യൂ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എളിമപ്പെടാൻ പറ്റുന്നില്ല, ഞാൻ തന്നെയല്ലേ അഡ്രസ് ചെയ്യണ്ടേ? കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുകയും ആ സ്നേഹത്തിൽ ഈ വിഷയങ്ങൾക്കെല്ലാം സൗഖ്യവും വിടുതലും അവൻ നമുക്കായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.